അഴിമതി ആരോപണങ്ങളും ആശങ്കകളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദമാണ് കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സേവനങ്ങളിലെ മറ്റ് വിഭാഗങ്ങളുടെ പ്രായപരിധി 40 വയസ്സായി തുടരുമ്പോൾ കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി 50 വയസ്സായി ഉയർത്തിയതാണ് ഈ വിവാദങ്ങളുടെ എല്ലാം പ്രധാന പ്രശ്നം. CPM നേതാക്കളുടെ ഭാര്യമാർക്ക് സർക്കാർ സർവീസിൽ പ്രവേശനം എളുപ്പമാക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന നിരവധി തെളിവുകളാണ് സർവകലാശാല ഫോറം പുറത്തുവിട്ടിരിക്കുന്നത്. ഗവർണർ ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്ന തീരുമാനം നിർണായകമാവുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ വിദ്യാഭ്യാസ വിദഗ്ധരും ഉറ്റുനോക്കി പറയുന്നത്. വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രം നേരത്തെയും നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള കണ്ണൂർ സർവകലാശാല തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. സ്പീക്കർ AM ഷംസീറിന്റെ ഭാര്യയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി തുടരുന്നതിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എന്നതാണ് കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെ ഉയർന്നു വന്ന ഒരു പ്രധാന ആരോപണം. ഇതിന് പിന്നാലെയാണ് 1 ലക്ഷം രൂപ പിഴയടച്ചാൽ നിശ്ചിത ഗവേഷണ കാലാവധി കഴിഞ്ഞാൽ ആർക്കും PhD നൽകാമെന്ന പുതിയ വിവാദപരമായ തീരുമാനങ്ങളും സർവകലാശാല കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും ഈ ആനുകൂല്യം താൽക്കാലികമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. M സ്വരാജിന്റെ ഭാര്യയും PhD വിവാദവും CPM നേതാവ് M സ്വരാജിന്റെ ഭാര്യ സരിത മേനോനാണ് കണ്ണൂർ സർവകലാശാലയിൽ നിന്നും ലഭിച്ച PhD ബിരുദമാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു. 2008 PhDക്ക് രജിസ്റ്റർ ചെയ്ത സരിത മേനോൻ പുതിയ മേഴ്സി ചാൻസ് വ്യവസ്ഥ പ്രയോജനപ്പെടുത്തിയാണ് വെറും 5 മാസത്തിനുള്ളിൽ PhD ബിരുദം നേടിയത്. കോളേജ് അധ്യാപക നിയമനത്തിന് നെറ്റ് യോഗ്യതയോ PhD ബിരുദമോ ആണ് കുറഞ്ഞ യോഗ്യത. എന്നാൽ സരിത മേനോന് യോഗ്യതയില്ല. 2001 കേരള സർവകലാശാലയിൽ നിന്ന് ലഭിച്ച MBA ബിരുദം മാത്രമാണ് അവരുടെ യോഗ്യതയായിട്ടുള്ളത്. എന്നിട്ടും ഈ സാഹചര്യത്തിൽ അധ്യാപക നിയമനത്തിന് PhD അനിവാര്യമായതിനാൽ ഈ ബിരുദം നേടിയതിലുള്ള തിടുക്കം സംശയങ്ങൾക്കിടയാക്കുന്നുമുണ്ട്. ആദ്യ അനുഭവം സാധാരണയായി BA, BTech, LLB തുടങ്ങിയ പരീക്ഷകൾ പാസ്സാകാത്ത വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകൾ മേഴ്സി ചാൻസ് പരീക്ഷകൾ നടത്താറുണ്ടെന്നുള്ളതാണ്. എന്നാൽ 1 ലക്ഷം രൂപ പിഴ ഈടാക്കി സർവകലാശാലയുടെ ഏറ്റവും ഉന്നതമായ ഗവേഷണ ബിരുദം നേടുന്നതിന് മേഴ്സി ചാൻസ് അനുവദിക്കുന്നത് ഇതാദ്യമായാണ്. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെയും വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന നടപടി വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾ ബിരുദങ്ങളുടെ മൂല്യം ഇടിച്ചു താഴ്ത്തുമെന്നും അക്കാദമിക് രംഗത്ത് തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമെന്നും അവർ ആശങ്കയിലാണ്. കൂടാതെ പ്രായപരിധി വർധനവിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശവും സംശയിക്കുന്നുണ്ട്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ബിരുദധാരികളായ പരിചയസമ്പന്നരായ അധ്യാപകർക്കും ശാസ്ത്രജ്ഞർക്കും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിയമനത്തിന് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകരുടെ നിയമന പ്രായപരിധി 50 വയസ്സായി ഉയർത്തുന്നതെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. കണ്ണൂർ സർവകലാശാല മുൻ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് ഈ നിർദ്ദേശം സർക്കാരിന് നൽകിയത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ശുപാർശ കൂടി പരിഗണിച്ച് സർക്കാർ ഈ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് 2023 ഏപ്രിലിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഗവേഷണം നിർത്തിവെച്ചവർക്ക് 1 ലക്ഷം രൂപ പിഴയടച്ച് പ്രബന്ധം സമർപ്പിക്കാൻ മേഴ്സി ചാൻസ് അനുവദിക്കുമെന്ന പുതിയ വ്യവസ്ഥ 2023 ജൂലൈ കണ്ണൂർ സിൻഡിക്കേറ്റ് നടപ്പിലാക്കിയത്. ഇത് കേവലം യാദൃച്ഛികമല്ലെന്നും പ്രായപരിധി വർദ്ധിപ്പിച്ചത് ചിലരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നെന്നും ഇതോടൊപ്പം ആരോപണങ്ങളുമുണ്ട്. ഈ പുതിയ വ്യവസ്ഥയുടെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാളായി സരിത മേനോൻ മാറിയെന്നതും സംശയങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം സമയരേഖ ഇതിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സരിത മേനോന്റെ PhD നേട്ടവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ കാലക്രമം പരിശോധിക്കുന്നത് ഈ വിവാദത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുമുണ്ട്. 2001 ഓഗസ്റ്റില് സരിത മേനോൻ കേരള സർവകലാശാലയിൽ നിന്നും MBA ബിരുദം നേടി. 2008 ഒക്ടോബർ 10 മാനേജ്മെന്റ് ബ്രാഞ്ചിൽ PhDക്ക് SN കോളേജ് കണ്ണൂർ ഗവേഷണ കേന്ദ്രമാക്കി ഡോക്ടർ V മുകുന്ദദാസിന്റെ ഗൈഡ്ഷിപ്പിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ രജിസ്ട്രേഷൻ നൽകി സർവകലാശാല ഉത്തരവിട്ടു. 2011 ഡോക്ടർ മുകുന്ദദാസ് സർവീസിൽ നിന്ന് വിരമിച്ചതോടെ സരിത ഗവേഷണം പാതി വഴിയിൽ നിർത്തി.
2022 ആയപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തു. 2022 നവംബർ 2 പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലർ സർക്കാരിനോട് ശുപാർശ ചെയ്തു. 2023 ഏപ്രിൽ 11 കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി 50 വയസ്സായി ഉയർത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. 2023 ജൂലൈ 4 PhDക്ക് രജിസ്റ്റർ ചെയ്ത് പ്രബന്ധം ഇതുവരെ സമർപ്പിക്കാനാകാത്തവർക്ക് 2023 ഡിസംബർ 31 മുമ്പ് പ്രബന്ധം സമർപ്പിക്കാമെന്നും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നുമുള്ള വ്യവസ്ഥയിൽ ഒറ്റത്തവണ മേഴ്സി ചാൻസ് അനുവദിച്ച് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തു. 2023 ഓഗസ്റ്റ് 3 ഇത് സംബന്ധിച്ച ഉത്തരവും സർവകലാശാല പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ 2023 ഡിസംബർ 12 സരിതയുടെ പ്രബന്ധം പൂർത്തിയാകാത്തതുകൊണ്ട് 10,000 രൂപ കൂടി പിഴ വാങ്ങി പ്രബന്ധം സമർപ്പിക്കാനുള്ള സമയപരിധി 2024 ജൂലൈ 31 വരെ നീട്ടിക്കൊടുത്തു. 2023 ഡിസംബർ 31 2024 ഏപ്രിൽ 18 സരിതാ മേനോൻ യഥാക്രമം 1 ലക്ഷം രൂപയും 10,000 രൂപയും പിഴയായി യൂണിവേഴ്സിറ്റി ഫണ്ടിൽ അടയ്ക്കുകയും ചെയ്തു.